പി ജയരാജന് വേണ്ടി പോസ്റ്ററുകളൊക്കെ വരികയാണ്. പി ജയരാജൻ വന്നാൽ എന്തെങ്കിലും രക്ഷ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അതിലൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇവരെയൊക്കെ ഓരോരാളുടെയും കഴിവുകേടും നന്നായി അറിയുന്ന ആളാണ് ഞാൻ. പി ജയരാജനും ഞാനും ഒക്കെ ഒരേ സമയത്ത് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് ഈ പാർട്ടി പ്രവർത്തിച്ചവരാണ്. അവരുടെയൊക്കെ കഴിവുകേടും ഒക്കെ നന്നായി അറിയുന്ന ഒരാളാണ്. അതൊക്കെ വലിയ പാർട്ടി നിലവിലുള്ള പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നോ ആ പാർട്ടിയുടെ ഭാവിക്ക് ഗുണം ചെയ്യുന്ന തീരുമാനം എടുത്തോട്ടെ എന്ന് എനിക്കിനി പറയാം. ഇല്ലില്ല, ഞാൻ അതൊക്കാര്യം പറയുന്നില്ല. കാരണം വെച്ചാൽ അത് ഇനി എന്റെ വിഷയമല്ലത്. ഇനി അത് എന്റെ വിഷയമല്ല. എനിക്കതിൽ പറയുന്നതിന് സ്ഥാനവുമില്ല. താങ്കളുടെ വിഷയമായ കാര്യം ചോദിക്കാം. യുഡിഎഫിൽ മുഖ്യമന്ത്രി ചർച്ച നടക്കുകയാണ്. തലയെണ്ണാൻ ആളെ എടുത്തിട്ടുണ്ട് AICC. താങ്കൾ ആരെ പിന്തുണയ്ക്കും? ഞാനതിൽ എടുത്തിട്ടുള്ള നിലപാടിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെല്ലാം ചില വ്യവസ്ഥാപിത രീതികൾ ആ പാർട്ടിക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. CPMന് CPMന്റെതായ രീതിയുണ്ട്, കോൺഗ്രസിന് കോൺഗ്രസിന്റെതായ രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് ആരെയാണോ കോൺഗ്രസ് തീരുമാനിക്കുന്നത് അതിനെ പിന്തുണക്കുക എന്നുള്ള എന്റെ നിലപാട്. ആരായാലും അത് പാർട്ടി തീരുമാനിക്കുക, കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. അതിന് ചില രീതികളുണ്ടല്ലോ കോൺഗ്രസിൽ, ഹൈക്കമാൻഡ് ഉണ്ട്, അതുപോലത്തെ മറ്റ് വിവിധ വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ആ രീതിക്കനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ആരെയാണോ തീരുമാനിക്കുന്നത് അവരെ പിന്തുണക്കുക എന്നുള്ളതാണ് UDF പിന്തുണച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്റെ ചുമതല. ആ ചുമതലയെ നിർവഹിക്കും. ആര് തെറ്റിയിരുത്തിയിട്ട്? CPM തെറ്റ് തിരുത്തിയാലല്ലേ? CPM പല ഘട്ടത്തിലും തെറ്റ് തിരുത്തൽ ചർച്ചയൊക്കെ നടക്കും. അത് വെറും ഒരു അധര വ്യായാമം മാത്രമാണ്. ഒരാളും അതിന്റെ പേരിൽ തെറ്റ് തിരുത്തിയ അനുഭവം എനിക്കില്ല. മേലെയൊന്നുമില്ല, താഴെയൊന്നുമില്ല. പിന്നെ അതിങ്ങനെ ഒരു ചടങ്ങായി എല്ലാ കാലത്തും നടക്കും. ഇപ്പോൾ ആ ചടങ്ങ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റ് തിരുത്താൻ വേണ്ടി ഒരു ചർച്ചയും റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ഒരാളും തെറ്റ് തിരുത്താൻ പോയില്ല. വെറും പറച്ചിൽ മാത്രമാണ്. ഇത്രയുള്ള അനുഭവം പാർട്ടി ഒരു തെറ്റും തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാൻ അതിലും എനിക്ക് യാതൊരു പങ്കുമില്ലല്ലോ. എനിക്ക് യാതൊരു പങ്കുമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാനെന്തിനാ മനോജ പറഞ്ഞു? ആരായിരുന്നാലും അവരാണ് തീരുമാനിക്കുക. അത് തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പാർലമെന്ററി പാർട്ടി CPM ആണ് അതിന്റെ നേതൃത്വം. അവരാണ് തീരുമാനിക്കുക. അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനിപ്പോ UDFന്റെ ഭാഗമാണ്. UDFന്റെ തീരുമാനത്തോടൊപ്പമാണ് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് PV അൻവർ താങ്കളെ വന്ന് കണ്ടിരുന്നു. PV അൻവർ ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ 15-ാം തീയതി പ്രഖ്യാപിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമാകാൻ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമുണ്ടോ? PV അൻവറെ ഞാൻ കണ്ടിട്ടുമില്ല. PV അൻവർ എന്നെ കണ്ടിട്ടുമില്ല. എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കാണാൻ വേണ്ടി തയ്യാറില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനിപ്പോ UDFന്റെ ഭാഗമായിട്ടുള്ള MLA-ആണ്. UDFന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു യോജിപ്പില്ല. കാരണം അതിനെക്കുറിച്ച് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ കാണാൻ താല്പര്യപ്പെട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഏതൊരു പാർട്ടിക്കും തിരിച്ചടിയും കാര്യം തിരുത്തോ എന്നുള്ളതേ വിഷയമുള്ളൂ. പാർട്ടികൾ തിരുത്താൻ തയ്യാറുണ്ടോ? ആ തിരുത്താൽ ആ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം. അതൊന്നും നമ്മളെ വിഷയമല്ല. അത് തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ, അവർക്ക് വേണമെങ്കിൽ. പക്ഷെ ഇത്രയുള്ള എന്റെ അനുഭവം ആ പാർട്ടി തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. തിരുത്താൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ധാർഷ്ട്യവും ഞങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങളെല്ലാം അനുസരിച്ചോളണം എന്ന നിലപാടുവാണെങ്കിൽ ആ പാർട്ടി രക്ഷപ്പെടാൻ പോകും. ഈ വോട്ടെണ്ണൽ ഘട്ടത്തിൽ പിണറായി വിജയൻ 6 റൗണ്ട് പിന്നിൽ നിന്നപ്പോൾ ഒരു സങ്കടം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. എന്താ ആ സങ്കടത്തിന്റെ കാരണം? തീർച്ചയായിട്ടും പിണറായി വിജയൻ തോൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മാത്രമല്ല നമ്മളെ DC പ്രസിഡന്റ് വിഷമമുണ്ടാവില്ലേ? പിണറായി വിജയൻ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമുണ്ടാവും. കാരണം എന്താ അറിയോ? 10 കൊല്ലം മുഖ്യമന്ത്രി ആയതാണ് തോക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. ആ ഞെട്ടൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതല്ലാതെ പിണറായി വിജയൻ തോൽക്കുന്നത് ജയിക്കുന്നത് ഇപ്പൊ എന്റെ വിഷയമല്ല. പിണറായി വിജയൻ ജയിക്കരുതാണല്ലോ UDF കരുതുക. പക്ഷേ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ, അത് പിണറായി ആവട്ടെ വേറൊരാളാവട്ടെ, അവർ തോൽവിയെ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. ഇതിവിടെ എന്താണ് മനസ്സിലായില്ല? അതാ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് ഓഫീസിലുള്ള പടിയേറ്റം കോൺഗ്രസിലേക്കുള്ള ഒരു പടിയേറ്റം കൂടിയായി കാണാൻ കഴിയുമോ? ഞാൻ എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിന് UDF പിന്തുണ നൽകിയിട്ടുണ്ട്. ആ നിലപാടുമായിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയാണോ ഇപ്പോഴും? ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ആർക്കും ജീവിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും നേതൃത്വം തരികയോ വേണ്ട. ആർക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസുകാർക്കുണ്ട്. ഇപ്പൊ ഗാന്ധിയൻ ആദർശം സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ഗാന്ധിയൻ ആദർശത്തിനനുസരിച്ച് ജീവിക്കുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ കോൺഗ്രസുകാരുണ്ട്. ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും TK ഗോവിന്ദൻ എന്നൊന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഏതൊരാശയവും അവർ കൊണ്ടു നടക്കുന്നതിന് ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണ അല്ല ഇത് ഷീട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ.